അത് കാരണം എങ്ങനെ പോയാലും കോമ്പറ്റീഷൻ തീർച്ചയാണ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ സിഒ ചോദിച്ച പോലെ തീർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ഡിസ്കഷൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാനുള്ളത്, ഇനി വരുന്ന ടെക്നോളജി നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ സി ബാൻഡ് അതൊരു സാറ്റലൈറ്റ് വഴിയായിട്ട് സക്സസ് ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഗൈഡ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ GTP അതിൻ്റെ പ്രൊപ്പോസൽ പ്ലാനൊക്കെ ഉണ്ട്. കാരണം ബാൻഡ്വിഡ്ത്ത് കാസ്റ്റ് അത് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു ലാഭമാണ്. കേരള വിഷൻ ബാൻഡ്വിഡ്ത്ത് കാസ്റ്റ് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ മുഴുവനും GTP ഹാവ് ബൈ ഡെൻ എന്നെ പോലെ TCCL പോன்ற കമ്പനികൾക്ക് ബാൻഡ്വിഡ്ത്ത് ഒരു മാസം ഞാൻ മാത്രം 2,50,00,000 രൂപ ഒരു മാസത്തിന് ബാൻഡ്വിഡ്ത്തിന് വേണ്ടിയിട്ട് അടയ്ക്കുന്നുണ്ട്. ഓരോ ലൊക്കേഷനും 2 gig എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. ബാൻഡ്വിഡ്ത്ത് പർച്ചേസ് ചെയ്തതിലും ഇന്ത്യയിലെ ഏറ്റവും 3ാമത്തെ സ്ഥാനമാണ് ഞാൻ, TCCL, ഹാത്വേ ആൻഡ് GTP. അപ്പോൾ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് വഴിയായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയല്ല, ഇന്ത്യ മുഴുവനുമുള്ള കേബിൾ TV ഓപ്പറേറ്ററും നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മളും നമ്മുടെ കച്ചവടത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയുണ്ടാവും. ബ്രോഡ്കാസ്റ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര വലിയ കോർപ്പറേറ്റ് ആയാലും തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള സാധാരണക്കാർ ഇതുപോലത്തെ സ്ഥാപനം ജയിക്കാൻ എന്തായാലും അതിനുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അത് കാരണം ഏത് തുടക്കമായാലും ആ തുടക്കം തുടങ്ങി വെക്കാൻ പോകുന്നത് ഇന്ത്യയിൽ KCCയിലും TCCയിലാണ്. അത് തീർച്ചയായിട്ടും നടക്കും. അത് അടുത്ത ചില ദിവസങ്ങളിൽ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് മൊത്തം ഇന്ത്യയിലേക്ക് ഒരു വലിയൊരു മാറ്റം ഏർപ്പെടുന്നുള്ളതാണ് ഈ സെമിനാറിൽ ഞാൻ പറയാനുള്ളത്. നന്ദി. KCCL മെർജിങ് നമ്മളിവിടെ പല വേദികളിലും സൂചിപ്പിച്ചു പോയിട്ട് പല തരത്തിൽ ചാനലിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അതിൽ ഒരു പോസിറ്റീവ് ഡിസ്കഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 7 മില്യണിൽ ഉണ്ടെന്ന് പറയുന്ന പോലെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ ഇന്റേണലി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളും പ്രൊഫസോട് ഇരിക്കുന്നുണ്ട്, അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അതുപോലെ ആരൊക്കെയായിട്ട് സഹകരിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു വെൽഫെയർ എന്നുള്ള രീതിയിലാണ് TCCL ആയാലും KCCL ആയാലും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഏകദേശം NXT രീതിയിലൊക്കെ ആയാലും. അപ്പോൾ ആ ഒരു ചിന്തകളുള്ള ആളുകളൊക്കെ ചേർന്ന് എത്രത്തോളം നമുക്ക് ഇന്ത്യക്കകത്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള TCCL ആയി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ ബ്രോഡ്ബാൻഡ് സെഗ്മെൻറ്റിൽ ഇവിടെ സകലംഭായി സൂചിപ്പിച്ച പോലെ നമ്മൾ KCCL തുടങ്ങി റെയിൽടെലിൻ്റെ ബാൻഡ്വിഡ്ത്ത് എടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടിപ്പോൾ റെയിൽവേറിൻ്റെ ബാൻഡ്വിഡ്ത്ത് എല്ലാം നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നെറ്റ്വർക്ക് ബ്രോഡ്ബാൻഡ് അധിഷ്ഠിത നെറ്റ്വർക്കാക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ബാക്ക് ബോൺ ഉൾപ്പെടെ നമ്മളൊരു 800 അല്ലെങ്കിൽ ഒരു 3.2 TBയിലേക്കോ വളർത്താവുന്ന ഒരു നെറ്റ്വർക്കായിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കോസ്റ്റ് ഒരു വലിയ ഘടകമാണ്. അത് തീർച്ചയായിട്ടും KCCLനെ സംബന്ധിച്ച് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ TCCLനും ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ കൂട്ടി നമ്മുടെ നെറ്റ്വർക്ക് ഓൺ ഫൈബർ ഇല്ലെങ്കിലും നമ്മുടെ ലീസ് ഫൈബർ ഉപയോഗിച്ച് നമ്മുടെ തന്നെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ GTPLൊക്കെ ഹിറ്റ്സ് പ്ലാറ്റ്ഫോമൊക്കെ ചിന്തിക്കുന്നത് അവരുടെ ബാൻഡ്വിഡ്ത്ത് കോസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കോസ്റ്റ് റിഡക്ഷനായിട്ട് മാറും. അത് നമ്മുടെ ഫ്രട്ടേണിറ്റിക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ മാക്സിമം ഓപ്പറേറ്റർമാർക്ക് അത് ഗുണകരമായ രീതിയിൽ TCCLൻ്റെ നെറ്റ്വർക്കും നമ്മൾ സഹകരിച്ചുകൊണ്ട് ആ രീതിയിൽ കോസ്റ്റ് റിഡക്ഷനൊക്കെ വരുത്താൻ കഴിയും. അത് ഇന്ത്യക്ക് എല്ലാ സ്ഥലത്തും കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഇതിൽ ലാഭകരമായിട്ട് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മോഡൽ മറ്റുള്ളതിലേക്കും നമുക്ക് പ്രയോജനപ്പെടുത്താം. താങ്ക് യു. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഒരു കൺക്ലൂഡിങ് റിമാർക്കോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് പോകേണ്ടത് കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. കാരണം ജിയോ കേരളത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സും കസ്റ്റമറുമായിട്ടുള്ള ബന്ധമാണ്
ഈ ബിസിനസ്സിനെ ഇവിടെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയും. ജിയോയുടെ ത്രെട്ടിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇവിടുത്തെ കേബിൾ ഓപ്പറേറ്റേഴ്സും അവരുടെ ഡെഡിക്കേഷനും അവരെ കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസും, കൂടാതെ KCCL പോലുള്ള കമ്പനി നടത്തിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ടെക്നോളജിക്ക് കൊടുത്ത പ്രാധാന്യം. ഇന്നും നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജികൾ എക്സ്പ്ലോർ ചെയ്യുന്നു ഈ ബിസിനസ് നിലനിർത്താൻ വേണ്ടി. തീർച്ചയായിട്ടും ഈ വലിയ ഒരു സെഗ്മെൻറ്റ് കേബിൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ്, കേരളത്തിൽ ഏകദേശം 10,000-ഓളം വരുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സ്, ഇവർ ടെക്നോളജിക്കലി ടാലൻറ്റഡ് ആയാൽ, ഇവർ ഡെഡിക്കേറ്റഡ് ആയാൽ, ഇവർ കസ്റ്റമർക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ, ഇവർ കണ്ടന്റ് ഡെവലപ്മെൻറ്റിലും പുതിയ പുതിയ ടെക്നോളജി, ഇപ്പോൾ IoT പോലുള്ള ടെക്നോളജി, ബ്രോഡ്ബാൻഡിൻ്റെ പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വഴി കസ്റ്റമർക്ക് ബെറ്റർ സർവീസ് കൊടുത്താൽ ഒരു ജിയോയ്ക്കും ഒരു ഡിസ്നിക്കും ഒരു മേർജറിനും നമ്മളെ തൊടാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ക്രൈസിസിനെ തരണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. അതിൻ്റെ ഫർദർ കാര്യങ്ങളായിട്ട് ഗോവിന്ദേട്ടൻ. താങ്ക് യു വെരി മച്ച്. ആ സമയത്ത് നമ്മുടെ ലൈവ് പോയി അവിടെ ഉണ്ട് കയ്യിലുണ്ട്. మనం చూస్తున్నది CP ఎంటర్ప్రైజ్ అని ఆల్మోస్ట్ ఆల్ ప్రొడక్ట్స్ అందుబాటులో ఉన్నాయి వీళ్ళ దగ్గర. క్లోజ్ చేస్తున్నారు వాళ్ళు. അഞ്ച് ലക്ഷം ഈ ഇന്നലെ ആരാ അറസ്റ്റ് ചെയ്തിട്ട് അത് കാരണം എങ്ങനെ പോയാലും കോമ്പറ്റീഷൻ തീർച്ചയാണ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ KCCL CEO ചോദിച്ച പോലെ തീർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ഡിസ്കഷൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാനുള്ളത്, ഇനി വരുന്ന ടെക്നോളജി നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ C-band അതൊരു സാറ്റലൈറ്റ് വഴിയായിട്ട് സക്സസ് ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഗൈഡ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ GTP അതിൻ്റെ പ്രൊപ്പോസൽ പ്ലാനൊക്കെ ഉണ്ട്. കാരണം ബാൻഡ്വിഡ്ത്ത് കാസ്റ്റ് അത് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള ഒരു ലാഭമാണ്. കേരള വിഷൻ ബാൻഡ്വിഡ്ത്ത് കാസ്റ്റ് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ മുഴുവനും GTP ഹാവ് ഡൺ. എന്നെ പോലെ TCCL പോലുള്ള കമ്പനികൾക്ക് ബാൻഡ്വിഡ്ത്ത് ഒരു മാസം ഞാൻ മാത്രം 2,50,00,000 രൂപ ഒരു മാസത്തിന് ബാൻഡ്വിഡ്ത്തിന് വേണ്ടിയിട്ട് അടയ്ക്കുന്നുണ്ട്. ഓരോ ലൊക്കേഷനും 2 GB എടുക്കുമ്പോൾ 10 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കുന്നുണ്ട്. ബാൻഡ്വിഡ്ത്ത് പർച്ചേസ് ചെയ്തതിലും ഇന്ത്യയിലെ ഏറ്റവും 3ാമത്തെ സ്ഥാനമാണ് ഞാൻ, TCCL, ഹാത്വേ ആൻഡ് GTP. അപ്പോൾ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് വഴിയായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയല്ല, ഇന്ത്യ മുഴുവനുമുള്ള കേബിൾ TV ഓപ്പറേറ്ററും നമുക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മളും നമ്മുടെ കച്ചവടത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയുണ്ടാവും. ബ്രോഡ്കാസ്റ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര വലിയ കോർപ്പറേറ്റ് ആയാലും തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള സാധാരണക്കാർ ഇതുപോലത്തെ സ്ഥാപനം ജയിക്കാൻ എന്തായാലും അതിനുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. അത് കാരണം
ഏത് തുടക്കമായാലും ആ തുടക്കം തുടങ്ങി വെക്കാൻ പോകുന്നത് ഇന്ത്യയിൽ KCCയിലും PCCയിലാണ്. അത് തീർച്ചയായിട്ടും നടക്കും. അത് അടുത്ത ചില ദിവസങ്ങളിൽ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് മൊത്തം ഇന്ത്യയിലേക്ക് ഒരു വലിയൊരു മാറ്റം ഏർപ്പെടും എന്നുള്ളതാണ് ഈ സെമിനാറിൽ ഞാൻ പറയാനുള്ളത്. നന്ദി. KCCL മെർജിങ് നമ്മളിവിടെ പല വേദികളിലും സൂചിപ്പിച്ചു പോയിട്ട് പല തരത്തിൽ ചാനലിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അതിൽ ഒരു പോസിറ്റീവ് ഡിസ്കഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 7 മില്യണിലുണ്ടെന്ന് പറയുന്ന പോലെ അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ ഇന്റേണലി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളും പ്രൊഫസോട് ഇരിക്കുന്നുണ്ട്, അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അതുപോലെ ആരൊക്കെയായിട്ട് സഹകരിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു വെൽഫെയർ എന്നുള്ള രീതിയിലാണ് TCCL ആയാലും KCCL ആയാലും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഏകദേശം NXT ഡിജിറ്റലൊക്കെ ആയാലും. അപ്പോൾ ആ ഒരു ചിന്തകളുള്ള ആളുകളൊക്കെ ചേർന്ന് എത്രത്തോളം നമുക്ക് ഇന്ത്യക്കകത്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള TCCL ആയി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ ബ്രോഡ്ബാൻഡ് സെഗ്മെൻറ്റിൽ ഇവിടെ സകലംഭായി സൂചിപ്പിച്ച പോലെ നമ്മൾ KCCL തുടങ്ങി റെയിൽടെലിൻ്റെ ബാൻഡ് വിത്ത് എടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടിപ്പോൾ റെയിൽവേറിൻ്റെ ബാൻഡ് വിത്ത് എല്ലാം നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നെറ്റ്വർക്ക് ബ്രോഡ്ബാൻഡ് അധിഷ്ഠിത നെറ്റ്വർക്കാക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ബാക്ക് ബോൺ ഉൾപ്പെടെ നമ്മളൊരു 800 അല്ലെങ്കിൽ ഒരു 3.2 TBയിലേക്കോ വളർത്താവുന്ന ഒരു നെറ്റ്വർക്കായിട്ട് നമ്മൾ മാറ്റിയെന്നുള്ള കാര്യമാണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കോസ്റ്റ് ഒരു വലിയ ഘടകമാണ്. അത് തീർച്ചയായിട്ടും KCCLനെ സംബന്ധിച്ച് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ TCCLനും ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ കൂട്ടി നമ്മുടെ നെറ്റ്വർക്ക് ഓൺ ഫൈബർ ഇല്ലെങ്കിലും നമ്മുടെ ലീസ് ഫൈബർ ഉപയോഗിച്ച് നമ്മുടെ തന്നെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ GTPL ഒക്കെ ഹിറ്റ്സ് പ്ലാറ്റ്ഫോം ഒക്കെ ചിന്തിക്കുന്നത് അവരുടെ ബാൻഡ് വിഡ്ത്ത് കോസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ആ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കോസ്റ്റ് റിഡക്ഷൻ ആയിട്ട് മാറും. അത് നമ്മുടെ ഫ്രട്ടേണിറ്റിക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ മാക്സിമം ഓപ്പറേറ്റർമാർക്ക് അത് ഗുണകരമായ രീതിയിൽ TCCLൻ്റെ നെറ്റ്വർക്കും നമ്മൾ സഹകരിച്ചുകൊണ്ട് ആ രീതിയിൽ കോസ്റ്റ് റിഡക്ഷനൊക്കെ വരുത്താൻ കഴിയും. അത് ഇന്ത്യക്ക് എല്ലാ സ്ഥലത്തും കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഇതിൽ ലാഭകരമായിട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മോഡൽ മറ്റുള്ളതിലേക്കും നമുക്ക് പ്രയോജനപ്പെടുത്താം. താങ്ക് യു. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഒരു കൺക്ലൂഡിങ് റിമാർക്കോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് പോകേണ്ടത് കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. കാരണം ജിയോ കേരളത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സും കസ്റ്റമറുമായിട്ടുള്ള ബന്ധമാണ് ഈ ബിസിനസ്സിനെ ഇവിടെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. ജിയോയുടെ ത്രെട്ടിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇവിടുത്തെ കേബിൾ ഓപ്പറേറ്റേഴ്സും അവരുടെ ഡെഡിക്കേഷനും അവരെ കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസും. കൂടാതെ KCCL പോലുള്ള കമ്പനി നടത്തിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, ടെക്നോളജിക്ക് കൊടുത്ത പ്രാധാന്യം, ഇന്നും നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജികൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ ബിസിനസ് നിലനിർത്താൻ വേണ്ടി. തീർച്ചയായിട്ടും ഈ വലിയ ഒരു സെഗ്മെൻറ്റ് കേബിൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ്, കേരളത്തിൽ ഏകദേശം 10,000-ഓളം വരുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സ്, ഇവർ ടെക്നോളജിക്കലി ടാലൻറ്റഡ് ആയാൽ, ഇവർ ഡെഡിക്കേറ്റഡ് ആയാൽ, ഇവർ കസ്റ്റമർക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ, ഇവർ കണ്ടന്റ് ഡെവലപ്മെൻറ്റിലും പുതിയ പുതിയ ടെക്നോളജി, ഇപ്പോൾ IoT പോലുള്ള ടെക്നോളജി, ബ്രോഡ്ബാൻഡിൻ്റെ പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വഴി കസ്റ്റമർക്ക് ബെറ്റർ സർവീസ് കൊടുത്താൽ ഒരു ജിയോയ്ക്കും ഒരു ഡിസ്നിക്കും ഒരു മേർജറിനും നമ്മളെ തൊടാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ക്രൈസിസിനെ തരണം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. അതിൻ്റെ ഫർദർ കാര്യങ്ങളായിട്ട് ഗോവിന്ദേട്ടൻ. താങ്ക് യു വെരി മച്ച്. ആ സമയത്ത് നമ്മുടെ ലൈവ് പോയി അവിടെ കയ്യിൽ మనం ఇప్పుడు చూస్తున్నది మెగా కేబుల్ ఫెస్ట్ చివరి రోజున പ്രോഗ്രാം. അതിൻ്റെ കുറേ നാളായിട്ട് എൻ്റെ വാർത്തകൾ കഴിഞ്ഞു. ഒരാൾക്ക് ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ
చూడండి మిత్రులారా, సోషల్ సోషల్ మీడియా అనేది ఒక వింగ్ అయిపోయింది ఇప్పుడు మనకు. അപ്പോൾ അതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറച്ച് കൂടുതലുമാണ്. എങ്ങനെ ഇതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് మనం మెగా కేబుల్ ఫెస్ట్ కేరళ చివరి రోజున ప్రోగ్రాంలో ఉన్నాము. ప్రతి దాంట్లో కూడా సోషల్ మీడియా ఎఫెక్ట్ ఎలా అనేది మనము చూస్తున్నాము. അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, മണിക്കൂറുകളെടുത്ത് ചെയ്ത స్టేజ్ మీద ఉన్న అతిరథ మహారథులు చూస్తే వాళ్ళు సింపుల్గా ఊపడుతున్నారు, కానీ కొన్ని లక్షల కనెక్టివిటీతో తులదూగుతున్న బృందం. അതിന് നല്ല റീച്ച് കിട്ടും. അപ്പോൾ ഇനിയെല്ലാം അങ്ങനെ അനാലിസിസ് നടത്തിക്കളയാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് വർക്കാവുന്നത്. ഒരു പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ ഇട്ടാൽ സോഷ്യൽ മീഡിയയിൽ വർക്കാവില്ലെന്ന് വിശ്വസിച്ചിൽ എങ്കിലും പുസ്തകത്തെക്കുറിച്ച് എഴുതണമല്ലോ എന്ന് പറഞ്ഞ് ആ റിവ്യൂ ചെയ്യുന്നത് അത് ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള റിവ്യൂവിന് വലിയ റീച്ച് കിട്ടുകയും മറ്റേത് കിട്ടാനുള്ള സോഷ്യൽ മീഡിയയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റേഡിയം എങ്ങനെ വേണോ മാറും. അപ്പോൾ നമുക്കത് വർക്കാക്കുക എന്നുള്ളത് പൊതുവായൊരു നേച്ചർ. ആ നേച്ചറിൽ ടെലിവിഷനിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അതേ കണ്ടന്റ്, അതേ ആർട്ടിസ്റ്റോടുകൂടി അതേ ആർട്ടിസ്റ്റോടുകൂടി സോഷ്യൽ മീഡിയയിൽ വർക്കാവാനുള്ള സാധ്യത വളരെ വലുതാണ്. പക്ഷേ സോഷ്യൽ മീഡിയയെ കുറിച്ച് എന്നാലും പോസിറ്റീവായിട്ട് വേറൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടുള്ളത്. ఇక్కడ మన కేరళ విష్ణు बैक साइड देखो, ये केरला विष्णु है. वीडियो ग्रुप में भी जाता हूँ. हाँ, సో మనం ఇప్పటివరకు గ్రూప్లలో పోస్టులు పెట్టిన వాళ్ళనే చూసాం పోస్టులు. వాళ్ళని ఇక్కడ మనం పర్సనల్గా కూడా కలుస్తున్నందుకు చాలా సంతోషంగా ఉంది. వివిధ రకాల స్టాల్స్ వాళ్ళు అంగరంగ వైభవంగా ముచ్చటగా మూడో రోజు ముగింపు కార్యక్రమం. నిన్న క్లౌడ్ చాలా ఉండే, ఈరోజు చాలా తక్కువ ఉంది క్లౌడ్. అద్భుతమైన ప్రోగ్రాము. సో ఇదండి ఎగ్జిబిషన్ యొక్క ఎంట్రన్స్ ముందు భాగము. చివరి రోజు ఇక్కడ నుండి రిజిస్ట్రేషన్ చేసుకొని వాళ్ళు ఆ విధంగా లోపలికి వెళ్తూ ఉంటారు. వాళ్ళ సాంప్రదాయాలు. പ്രമോദ് നേരത്തെ ഹരാരിയെ പറ്റി പറഞ്ഞു. ഹരാരി ഒരു ചെറിയൊരു ഉദാഹരണം സങ്കല്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയുന്നതാണ്, ഈ കമ്പ്യൂട്ടർ 48 പോട്ടെ ഒരു 80 വർഷം എന്ന് വയ്ക്കാം. നമ്മുടെ അക്ഷരങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പതിപ്പിക്കാൻ തുടങ്ങിയത് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ മെസപ്പൊട്ടോമിയയിൽ കളിമൺ പ്ലേറ്റുകൾ ഉണ്ടാക്കി അതിൽ എഴുതി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ വെറുതെ സങ്കല്പിക്കുക, കളിമണ്ണിൽ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയതിന് ശേഷമുള്ള 80ാമത്തെ വർഷം മെസപ്പൊട്ടോമിയയിൽ ഒരാളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഈ അക്ഷരങ്ങളുടെ ഭാവി എന്താണ്, അക്ഷരങ്ങൾ ഇങ്ങനെ പതിപ്പിക്കുന്നതിന്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ പാട്ടുകളും ഉണ്ടാകുമെന്നും ബൈബിളും టెక్నాలజీని అప్డేట్ చేసుకొని ఉన్నవారు మాత్రమే ఏ బిజినెస్ రాణించగలుగుతారు. ഒരുപാട് ഭാഷകളിൽ പത്രങ്ങൾ ഇറങ്ങുമെന്നും അത് പിന്നെ ఇది నేను చెప్పేది కాదు, ഗ്രാഫിക്കലാകുമെന്നും మార్కెట్లో సెమినార్లో చెప్తున్న విశేషాలు. അതുപോലെ చూడండి, మనము అప్డేట్ కావాల్సింది ఎంతో ఉందో చూడండి. ఏఐ అండ్ ది ఫ్యూచర్ ఆఫ్ మీడియా. స్పీకర్ ప్రమోద్ రామన్, ఎడిటర్ మీడియా వన్. సో ఆయన ఏం చెప్తున్నాడు, ఏఐ టెక్నాలజీ కూడా ఫ్యూచర్లో ఇంపాక్ట్ అనేది ఉంటుంది 100%. మరి మనం ఆపరేటర్లో ఎంతవరకు అప్డేట్ అవుతున్నాము. ക്വൈറ്റ് ഈസി. ഈ ഈസിനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ടെക്നോളജിക്കൽ പിന്നെ റെവല്യൂഷൻ തന്നെയാണ്, അപ്ഗ്രഡേഷൻ തന്നെയാണ്. എസ്പെഷ്യലി എ സ്മാർട്ട് ഫോൺ ചേഞ്ച്ഡ് അവർ ലൈഫ്.
അപ്പോൾ അതുൾപ്പെടെയുള്ള സംഗതികളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് സത്യത്തിൽ AI എന്ന് പറയുന്ന ഇപ്പോൾ പിന്നെ വരുൺ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ച ഈ ഒരു സംവിധാനത്തിൻ്റെ സംഗതികൾ. AI കുറിച്ച് നമ്മൾ പറയുമ്പോൾ AI നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ജെൻ AI ആണ്. AI എന്ന് പറയുന്ന സങ്കല്പത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം മീഡിയയിൽ ധാരാളമായി ഉപയോഗിക്കേണ്ടി വരും നമുക്കറിയാം. കാരണം ഉള്ള digital media adoption is accelerating. Our strategy is simple: to be where our audiences are and to adapt to the platform that they love. The rapid growth of India's streaming video on demand industry is a testament to this digital revolution. With the sector projected to contribute 50% of new revenue growth and reach a value of 13 billion by 2028, India presents an unparalleled opportunity for global broadcasters like the BBC. Indian audiences are increasingly embracing both localized and international content, making this an ideal market for our offerings such as BBC News and CBeebies, which deliver trusted journalism and enriching child-friendly entertainment. To broaden our presence in Asia, we are embracing innovative digital platforms and evolving viewer preferences. This includes exploring opportunities to bring BBC News and CBeebies to prominent Indian streaming platforms, providing audiences with seamless access to trusted and engaging content. As the media industry advances, new distribution models such as FAST channels are garnering attention. While it's still in the exploratory phase, we are assessing how this format can align with Asia's dynamic digital landscape, ensuring that our offerings remain accessible and relevant to a wider audience. By doing so, we aim to adapt to emerging trends while upholding our mission to inform, educate, and entertain. Globally, BBC Studios has been at the forefront of digital innovation, successfully launching FAST channels that reach millions of viewers every week. These initiatives are designed to complement existing broadcast and digital platforms, delivering curated selections of trusted BBC content that appeals to diverse audiences in respective markets. In India, our focus remains on collaborating with partners to explore new ways of expanding the reach of our brands, ensuring that any new initiative strengthens the current ecosystem. Our goal is to uphold the rich legacy of the BBC while engaging audiences across traditional and emerging platforms in this era of media transformation. BBC News stands out as a beacon of trust with a network of journalists in over 70 countries, including here in India. As the #1 international TV news channel and online news source in India, we are committed to expanding our digital footprint, bringing the vital global and local perspectives to more viewers on streaming platforms. At the same time, CBeebies continues to engage young audiences through its focus on education, creativity, and inclusivity, supporting children's development while entertaining them. With partnerships like Sony BBC Earth, BBC Player, and BBC Kids on Amazon Prime Video channels, we are already making significant inroads in the linear and streaming space. And we are excited about scaling our presence further through innovative collaborations. India is an incredibly exciting and evolving market for broadcast, digital cable, broadband, and IPTV. And we at BBC Studios are thrilled to be part of this journey. The energy, innovation, and potential in this space is unparalleled, and I look forward to engaging with all of you during my time in this market, hearing your insights and exploring new opportunities. I'm also joined by my colleagues, Sohan, Manager of Channels and Streaming in South India, and Manoj Mehta, Director of Channels and Streaming. I encourage you to visit our stand and connect with them to learn more about our offerings and partnership opportunities. మనం ఇప్పుడు రాజీవ్ గాంధీ ఇండోర్ స్టేడియం ఎంట్రన్స్లో ఉన్నామండి.
కొచ్చిలోని కేబుల్ ఫెస్ట్ ఎంట్రన్స్ విభాగంలో India's largest exhibition for broadcast, digital cable, broadband and IPTV.